മണി എടി മണി 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 എന്ന് പുറകെ നടക്കണ എന്തിന്? ഞാൻ നിന്റെ പറയല്ലേ നടക്കണേ, വേറെ ആരെയും പറയൊന്നുമല്ലല്ലോ. ഈ നാണക്കേട് മനുഷ്യ പിള്ളേരൊക്കെ കളിയാക്കി തുടങ്ങി. പിള്ളേര് കളിയാക്കണോ? പിള്ളേരെന്നു പറഞ്ഞു പിള്ളേര് പറയണ അച്ഛൻ എപ്പോഴും അമ്മയുടെ പുറകെ മണി മണി എന്ന് വിളിച്ചോണ്ട് നടക്കും. അച്ഛന് ഭയങ്കര ബി പി ആണെന്ന്. BP എനിക്ക് ഭാര്യയെ പേടിയൊന്നുമില്ല. ഭാര്യയെ പേടിയല്ല, ഭാര്യയുടെ പുറകെ നടക്കുന്നത് BP ആ സൂക്കേടാണെന്ന്. അതൊരു കോംപ്ലിമെന്റ് അല്ലേ മണി? അയ്യേ കോംപ്ലിമെന്റ് നാളെ വയസ്സായില്ലേ? വയസ്സ് അല്ലല്ലോ എനിക്കറിയാം. നിനക്കിപ്പോ എന്നോട് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫീൽ ചെയ്താ? പിന്നെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പണ്ടാണെങ്കിൽ എപ്പോഴും എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടാൻ പറയായിരുന്നു. ഓഹോ അതാണ് പ്രശ്നം. നിനക്കൊന്നും സമയമില്ലല്ലോ. ഓ പാട്ട് പാടാൻ പറയാത്തതാണ് പ്രശ്നം. ഒരു പാട്ട് പാട്. ഇപ്പഴാ പാടി പാട്. പാടാനാ? പിള്ളേരൊന്നും ഇല്ലല്ലോ, പാട്. എന്നെ കേക്കണോ? പാടല്ലേ? പാട് മനുഷ്യ. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം മാലാകമാരുടെ മാലാക നീ. റൊമാൻറ്റിക് ഹീറോ റൊമാൻസ് ആണല്ലേ? അല്ല അത് അല്ലേ? ഭാര്യക്ക് നല്ല നല്ല പാട്ട് പാടി കൊടുക്കുന്ന സ്നേഹമുള്ള ഭർത്താവാണ് എന്റെ അച്ഛൻ. മോളെ അങ്ങനെയല്ല, ഇവള് പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധിച്ചപ്പോ പാടിയതാണ്. എന്നാലും ഈ എരിയാണി വെയിൽ ചേട്ടത്തേക്ക് ഊഷ്മളത പകരാൻ ചേട്ടൻ പാട്ടൊക്കെ പാടിയില്ല. കൊള്ളാം. അവള് നിർബന്ധിച്ചപ്പോ അങ്ങ് പാടിയേ ഉള്ളൂ. ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. നീ എന്റെ അടുത്ത് പറഞ്ഞേ ഞാൻ പാട്ടൊന്നും പാടാൻ പറയണ്ട, എന്നാ പിന്നെ വേണമെങ്കിൽ പാടിക്കോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. സത്യമായിട്ട് ഇങ്ങനെ പാടുണ്ടേ നിനക്ക് എന്ന് പറഞ്ഞ മനസ്സിലാവും അണ്ണാ. എനിക്കിങ്ങനെ രണ്ടു പാട്ട് പഠിപ്പിച്ച എന്തിന് എനിക്ക് ചിന്നു പാടി കൊടുക്കുന്നു. പാടാ കിടന്നു. അയ്യേ അളെ ഞാൻ വന്നു നിന്റെ അച്ഛനെ ഞാൻ ഞാനും പോണു. ഇതാ ചക്കപ്പട്ടിന്റെ ദിക്കറല്ലേ ഇത് എന്റെ അടുത്ത് ഉൾച്ചിയിലെടുത്ത് വെച്ച് തന്നിട്ട് പോയിക്കണം നിന്റെ. ഇതാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. ഐഡിയൽ കപ്പിൾസ് എന്ന് കേട്ടിട്ടുണ്ട്? ഐഡിയൽ കപ്പിൾസ് ആര്? അതാണ് എന്റെ അച്ഛനും അമ്മയും. എന്റെ അച്ഛനും അമ്മയും. സ്നേഹം വന്ന സ്നേഹിക്കും, ദേഷ്യം വന്ന നോക്കണ്ട. അത്രേ ഉള്ളൂ. നാരങ്ങളും കുടിച്ചില്ലേ? പിങ്കി പിങ്കി നിന്നല്ലടി വിളിച്ചേ? പിങ്കിയെ. അവളവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു. ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന എന്നോട് അത്യാവശ്യമായിട്ട് നാരങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞ് ഓടി പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അവള് കുടിക്കാതെ പോയിരിക്കണം. ഒരു കാര്യം ചെയ്ത് നീ ഇത് കൊണ്ടുപോയി കൊടു. കൊണ്ടുപോയി കൊടുക്കേ. അവക്ക് നാരങ്ങ വെള്ളം ഞാൻ കൊണ്ടുകൊടുക്കണം അല്ലേ? സോറി, എനിക്ക് പറ്റൂല. പറ്റൂലേ? എനിക്ക് പറ്റൂലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. നിന്നെയൊന്നും കണ്ടല്ല ഞാൻ ജീവിക്കണേ. നീ പറഞ്ഞ എവിടെ കയറി പോണേ? ഒരു പൊടിക്ക് അടങ്ങ്. ഞാനും കൂടെ പറയട്ടെ, നീ മാത്രം പറഞ്ഞാ മതിയാ? ഞാൻ തന്നെ ആനന്ദിന്റെ അടുത്ത് പറഞ്ഞേ. നീ എന്ത് ചെയ്യും? എന്തോന്ന് ജ്യൂസ് വെച്ചിട്ട് ഇവിടെ വെക്കണ? കുടി. അമ്മ അവിടെ വെച്ചിട്ട് പോമ്മ. കുടി. അമ്മ വച്ചിട്ട് പോമ്മ. ഓ പിന്നെ എടാ നീ തന്നെ ആ വർത്താനം പറയുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിന്റെ പേരൊന്നും ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? മിണ്ടായിരം. അത്യാവശ്യപ്പെട്ട് ജ്യൂസ് ചോദിച്ചിട്ട് കുടിക്കാതെ നിൽക്കണ? നീയും നിന്റെ ഗാങ്ങിലുള്ളവർ മാത്രമേ ഈ വർത്താനം പറയുള്ളൂ. അയ്യോ നീ ഇതുവരെ ആരെ പറ്റിട്ട് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? അയ്യോ നല്ല പിള്ള നീ. നീ കൂടുതൽ ജാട വർത്താനം എന്ന് പറയാം. നീ എല്ലാരും മുമ്പിൽ മറ്റേ ഗുഡ് ഇമേജ് തെളിയിക്കാൻ വേണ്ടി നീ നടക്കുമല്ലോ. നീ കാര്യമാണോ എന്തോ? എന്തോന്ന്? അയ്യോ പിന്നെ ആരും നിന്നെ പറ്റി ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. എടാ നീ കേട്ടിട്ടില്ലെന്ന് പറയടാ. കേട്ടിട്ടില്ലെന്ന് സംസാരിക്കടി ഫോണിൽ കൂടെ. ഡീസന്റ് ആയിട്ട് സംസാരിച്ചൂടെ നിനക്ക്? നീ വച്ചിട്ട് പോ. പിന്നെ നീ പോയി ചെയ്. പോ. എന്തോ വിഷയം പറ. കംപ്ലൈന്റ് കൊടുറാ. കംപ്ലൈന്റ് കൊടുത്തു നീ തന്നെ വരും മുങ്ങോളൂ. എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. എനിക്ക് സംശയം തോന്നി ഞാൻ പറഞ്ഞു. അല്ല നീ ആണെന്നൊന്നും ഞാൻ തെളിവ് സഹിതം ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. എന്തോ പോലീസ് സ്റ്റേഷനാ? കംപ്ലൈന്റ് കൊടുക്കട്ടെ. നിനക്കെന്ത്? നീ വച്ചിട്ട് പോ. നീ കൂടിയിട്ട്. അയ്യോ നീ ബ്ലോക്ക് ചെയ്ത് എനിക്ക് അങ്ങ് പേടി. അയ്യോ ഞാൻ പഞ്ചമുഖം മറ്റേ എന്തോന്ന് വർത്താനം ഈ പെണ്ണിന്റെ? എന്തോന്ന്? ഈടാ പോടാ. നീ കോളേജ് വരുമ്പോ നീ എന്ത് ചെയ്യും? എന്തുവാണ് കാര്യം പറ. ശരി. ഓ എന്തുവാടി വിഷയം? എന്റെ ഫ്രണ്ട്. അമ്മക്ക് എന്തോ അമ്മ? അമ്മക്ക് എന്ത്? അമ്മ എന്താ ഫോൺ വിളിച്ചോണ്ടിരിക്കും ഇങ്ങനെ കുറിയിരിക്കണം. ഞാൻ അടുത്ത് പറഞ്ഞില്ല നാരങ്ങളോട് വെച്ചിട്ട് പോവാൻ. ഇവിടെ വെച്ചിട്ട് പോവാൻ നിന്നപ്പോ നീ കുടിക്കാൻ വേണ്ടിട്ട് അത്യാവശ്യപ്പെട്ട് ചോദിച്ചതല്ലേ? അപ്പൊ ഞാൻ നീ കുടിച്ചിട്ട് കൊണ്ടുപോവാന്നു. അതെനിക്ക് കുടിക്കാറുണ്ട്. എനിക്ക് കയ്യൊന്നും ഇല്ലേ?
ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ നീ വിളിച്ചോണ്ടിരിക്കല്ലേ, ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മയുടെ ഈ സ്വഭാവം. അമ്മയ്ക്ക് തീരെ മാനേഴ്സ് ഇല്ല. ആരെങ്കിലും ഒക്കെ ഫോൺ വിളിച്ചോണ്ടിരിക്കും, അവിടെ കുറി നിൽക്കും. അമ്മയ്ക്ക് എന്താ എന്നെ സംശയവും? സംശയമാണോ എന്നെ? അയ്യോ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഞാൻ. പിന്നെ എന്താ ഉദ്ദേശം അമ്മ? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലടി, ഞാൻ വെറുതെ ഇവിടെ നിന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നം തന്നെയായിട്ട് അമ്മയ്ക്ക് സംശയമാണെന്ന് തോന്നുന്നു. അച്ഛൻ ഇങ്ങനെ തന്നെ ഓരോരോ വീട്ടിലെല്ലാ പ്രശ്നത്തെ കാരണം അമ്മയാണ്. എന്താ അമ്മേരെ അമ്മയ്ക്ക് എന്താണ്? ഒന്നുമില്ലേ? മനുഷ്യ ഒന്നാമത് മൂട് തെറ്റിരിക്കുമ്പോഴാണ് അമ്മ വന്നിട്ട് ആര് എന്ത് ഞാൻ വിളിച്ചോണ്ടിരിക്കല്ല. അവർ കേട്ടാ എന്ത് വിചാരിക്കും? ആര് എന്താ എന്തോന്ന് അമ്മയെ കൊണ്ട് ദൈവം എനിക്ക് ദേഷ്യം പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ പോയണമ്മ എപ്പോഴും ഒരുമാതിരി. നീ കൂടി ജ്യൂസ് കൂടി. എനിക്ക് ജ്യൂസ് വേണ്ട. പോയ പോരായിരുന്ന കുറി ഇവിടെ നിൽക്കുകയാണ്. ഒരുമാതിരി തീരെ കൾച്ചർ ഇല്ലാത്ത ആൾക്കാരെ കണക്ക്. അമ്മ ഞാൻ പോണ അമ്മ എന്നെ കുടിച്ചാൽ മതി ജ്യൂസിന്. ദേഷ്യം പറഞ്ഞില്ല.